ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്നും പുറത്തു വന്നില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നെങ്കിലും റിപ്പോർട്ട് പുറത്തുവരും എന്നു തന്നെയാണ് വിചാരിച്ചിരുന്നത്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും എന്ന പ്രതീക്ഷകൾക്ക് വിലങ്ങുതടിയായത് റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചതാണ്. അതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം എത്തിയത്. റിപ്പോർട്ടിലെ രഹസ്യമെന്ത്? പുറത്തുവിടാതിരിക്കാൻ പെടാപ്പാടോ? ഒളിച്ചു വെക്കേണ്ടത് ആർക്കു വേണ്ടി? ആർക്കാണ് ഇത്ര പേടി? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായി ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. ഗവേഷകൻ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ, അഭിഭാഷക ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇടത് സഹയാത്രികൻ ശ്രീ BN ഹസ്കർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീമതി സോയ ജോസഫ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എന്നിവർ നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അവരുടെ തൊഴിലിടങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത് പഠിക്കാൻ ഒരു കമ്മീഷനായിരുന്നു, പിന്നെ അത് കമ്മിറ്റിയായി മാറുന്നു. അപ്പോൾ പിന്നീട് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടുന്നു. 2019 തയ്യാറാക്കിയ റിപ്പോർട്ട് 2024 പുറത്തു വന്നിട്ടില്ല. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, നമുക്കിനി വെപ്രാളമാണോ? എന്തുകൊണ്ടാണ് ഇത് വരാത്തത് എന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ടിന് വേണ്ടി ആവശ്യപ്പെടുന്നവർ, വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നവർ, പിന്നീട് ഹൈക്കോടതിയിലേക്ക് പോകുന്നവർ, ഇവർക്കൊക്കെ ഒരു ധൃതിയാണോ അതോ അതൊരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ? എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാ ടാക്സ് പേയേഴ്സിനും ചോദിക്കാനുള്ളൊരു അവകാശമില്ലേ? ഈ റിപ്പോർട്ട് പുറത്തു വരാത്തതിന് ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ആക്ച്വലി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് നമുക്കറിയാമല്ലോ, അതായത് നമ്മൾ പറയുന്ന ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ കമ്മിറ്റി കണ്ടെത്തിയ എക്സ്പ്ലോയിറ്റേഷൻസ് പലരുടെയും മൊഴികളാണ്. അപ്പോൾ ആ മൊഴികൾക്ക് ഒരു രഹസ്യ സ്വഭാവമുണ്ടെന്നും ആ മൊഴികൾ പുറത്തു വന്നു കഴിഞ്ഞാൽ വിക്ടിംസിൻ്റെ മാത്രമല്ല എക്യൂസ്ഡായിട്ട് വരാൻ പോകുന്ന ആളുകൾക്കും അവരുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും കൂടി ഇതിൻ്റെ പുറകെ നിൽക്കുന്നത്. പക്ഷേ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിക്ടിമിൻ്റെ പേരോ ഒരു എക്യൂസ്ഡിൻ്റെ പേരോ ഇങ്ങനെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വിടുകയോ അത് ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ മുൻപ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒഫൻസ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതിനേക്കാൾ മുൻപ് ഇൻവെസ്റ്റിഗേഷന് മുൻപ് ഒന്നും പുറത്തു വരാൻ പോണില്ല. അത് കൃത്യമായി തന്നെ കോടതി തന്നെ പറയുന്നുണ്ട്, അത് ഏതൊക്കെ കാര്യങ്ങൾ നീക്കം ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളാണ് വരാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി ഇത്രയധികം രൂപ ചെലവഴിച്ച് ഇത്രയധികം സമയം ചെലവഴിച്ച് സർക്കാർ സതുദ്ദേശത്തോടെ ചെയ്തിട്ടുള്ള ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുന്നിൽ വയ്ക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. കാരണം ഇത് രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു സെക്യൂരിറ്റിയെ ബന്ധപ്പെട്ട ഒരു സീക്രട്ട് അല്ല, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് പ്രകാരം വരുന്ന ഒരു സംഗതിയല്ല. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ശിക്ഷാ നിയമങ്ങൾ പ്രകാരം അത് ഏതെങ്കിലും വിക്ടിമിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തലല്ല. അങ്ങനെ യാതൊരു രീതിയിലും ഒരു പ്രൈവസിയിലേക്കുള്ളൊരു ഇൻട്രൂഡിങ് ആയിട്ടല്ല ഇത് വരാൻ പോകുന്നത്. ഇത് വരാൻ പോകുന്നത് വെച്ചാൽ അവിടെ പലതരം ഇഷ്യൂസ് ഉണ്ട്. നമ്മളാകെ ഹൈലൈറ്റ് ചെയ്യുന്നത് സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് മാത്രമാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് മാത്രമാണ്. പക്ഷേ അതിന് പകരം അവിടെ ധാരാളം എക്സ്പ്ലോയിറ്റേഷൻസ്, ഈവൻ സമയപരമായിട്ട്, പണപരമായിട്ട്, മറ്റു പല രീതിയിലുള്ള ഇകഴ്ത്തലുകൾ, അതുപോലെ തന്നെ അങ്ങനെ ഒരു തൊഴിലാളി എവിടെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നോ, ഒരു വർക്കർ ജോലി ചെയ്യുന്നോ, അയാൾ അനുഭവിക്കുന്ന എല്ലാതര ചൂഷണങ്ങളും ഈ സിനിമാ മേഖലയിൽ, സിനിമ ഇൻഡസ്ട്രിയിലെ ആളുകളും അനുഭവിക്കുന്നുണ്ട്. അവിടെ നടിമാരും നടന്മാരും മാത്രമല്ല, അവർ സ്റ്റാർസായിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെ അപ്പുറത്ത് പ്രൊഡക്ഷൻ ബോയ് തൊട്ട് അവിടെ എല്ലാ തരത്തിലും, ഇപ്പോൾ നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഏതൊക്കെ എഡിറ്റിംഗ് തൊട്ട് നമുക്കറിയാം, സൗണ്ട് മിക്സിങ്, എവിടെയാണോ എല്ലാം ഒരു സിനിമ പൂർണ്ണമായി ഒരു സിനിമയായി മാറുമ്പോൾ ഒത്തിരി ആളുകൾ അതിനകത്ത് പണിയെടുക്കുന്നുണ്ട്. ഈ ആളുകൾ മുഴുവൻ പ്രോപ്പർ റെമ്യൂണറേഷൻ കിട്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇടനിലക്കാരുണ്ട്, ഇപ്പോൾ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ. ഇപ്പോൾ ബോംബെയിൽ തന്നെ വന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കേസിൽ പറയുന്നുണ്ടായിരുന്നു, പറഞ്ഞ പണമല്ല കിട്ടുന്നത്, അത് സപ്ലൈ ചെയ്ത ഇടനിലക്കാരാണ് ആ പണം എടുത്തിട്ട് വളരെ ചെറിയ എമൗണ്ട് അവർക്ക് കിട്ടുന്നുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഇഷ്യൂസ് ഉള്ള ഈ മേഖലയിൽ അവരുടെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാനും ആ ഇഷ്യൂസ് പരിഹരിച്ചുകൊണ്ട് എങ്ങനെ പുതിയൊരു നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ഇവരെ, ഈ തൊഴിലാളികളെയും ഈ ഇൻഡസ്ട്രിയെയും സംരക്ഷിക്കണം. മാത്രമല്ല പുതിയ തലമുറ, കാരണം ഇന്നത്തെ ഒരു വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായിട്ട് മാറിയിരിക്കുകയാണ് മീഡിയ എന്നുള്ളത്. അത് എല്ലാം, കാരണം വെച്ചാൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു സൂപ്പർ സിനിമ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അത് ആരുടെ കയ്യിലും സിനിമ ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇടവരവും എല്ലാം കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ ജനറേഷന് അല്ലെങ്കിൽ ഭാവിക്ക് തന്നെ എല്ലാവർക്കും സിനിമ ഉണ്ടാക്കുന്ന ആളുകളും സിനിമയായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകളായി മാറണം. അപ്പോൾ ഇതിനൊക്കെ തന്നെ നിർബന്ധമായി മനുഷ്യർ
പറഞ്ഞിരിക്കുന്ന മേഖലകളിൽ മനുഷ്യരെ കൃത്യമായി തന്നെ നിയന്ത്രിക്കാനായി മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന റൂൾസും നിയമങ്ങളും അനിവാര്യമാണ്. അതൊരു സൊസൈറ്റിയുടെ അനിവാര്യതയാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും പാൻറ്റിമോണിയം ഉണ്ടാക്കണം, എല്ലാവരും നമ്മൾ അടിച്ചു പിരിഞ്ഞോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ വെക്കാൻ പറ്റില്ല. എല്ലാ മേഖലയിലും കൃത്യമായി തന്നെ നിയമം ഉണ്ട് എന്നതുപോലെ തന്നെ റൂൾ ഓഫ് ലോ അവിടെയും ആവശ്യമാണ്. അവിടുത്തെ പോരായ്മകൾ കണ്ടെത്തി ഒരു നിയമം ഉണ്ടാക്കലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലെ ഒബ്ജക്റ്റീവായിട്ട് ഞാൻ കാണുന്നത്. കാരണം അതൊരു അനിവാര്യമായ സംഗതിയായി കഴിഞ്ഞിരിക്കുന്നു. അത്രമേൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കി വളരെ സ്വാഭാവികമായും നിഷ്കളങ്കമായും തടഞ്ഞു വെക്കപ്പെടുന്ന ഒന്നാണ്, പൊതുസമൂഹത്തിന് കിട്ടാതെ പോകുന്നതാണ് ഈ റിപ്പോർട്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ അങ്ങ്? വളരെ സ്വാഭാവികമായി ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. ഒരു കാര്യവും സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു നാടല്ല നമ്മളുടേത്. കൃത്യമായ ഇടപെടലുകളും കൃത്യമായി തന്നെ തീരുമാനങ്ങളുടെയും പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികത ഈവൻ പ്രകൃതിക്ക് പോലും ഇല്ലാതായി കഴിയുന്ന അവസ്ഥയാണ്, അവിടെയും ഇടപെടലുകളാണ്. അപ്പോൾ ഇതൊന്നും സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമല്ല. ഇതിനുള്ള കൃത്യമായ ഇടപെടലുകൾ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ തന്നെയാണ് നമ്മൾ കോർട്ട് ഓഫ് ലോനെ സമീപിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ ഒരു ദിവസം എത്തുന്ന ഹർജികൾ പല കോടതികളിൽ നിന്ന് പിന്നീട് അപ്പീലുമായി വരുന്നതോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഹർജികളും പരാതികളും സ്വമേധ എടുക്കുന്ന കേസുകളും ഒക്കെയുണ്ട്. ഇതിപ്പോൾ ഹൈക്കോടതി തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന ഒരു തീരുമാനമെടുക്കുന്നു. അതിനുശേഷം ഒരു ഹർജി വരുന്നു നടി രഞ്ജിനിയുടെ ഭാഗത്തുനിന്ന്. ശരിയാണ്, പക്ഷെ അതിൽ ഹൈക്കോടതി ഒരു ഡയറക്ഷനും നൽകുന്നില്ല അല്ലേ? ഈ ഹർജി പരിഗണിച്ചതിൽ തീരുമാനമായതിനു ശേഷം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മതി എന്ന് പറയുന്നില്ല. പക്ഷേ ആ ഹർജി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഹർജി കൊടുത്തിരിക്കുന്നു എന്ന കാര്യം, എത്ര ഹർജികൾ വരുന്നു, കൊടുത്തിരിക്കുന്നു എന്ന കാര്യം കൃത്യമായി ഇത് പുറത്തുവിടേണ്ടത് ആരാണോ അവരറിയുന്നു. അവരത് ഒരു താപ്പായി കാണുന്നു. ഞാൻ വാക്ക് വളരെ ആലോചിച്ച് തന്നെ പറയുന്നതാണ്. ഒരു താപ്പായി കാണുന്നു. അതിൻ്റെ ഒരു വൈക്കോൽ തുമ്പിൽ പിടിച്ചുകൊണ്ട് എങ്കിൽ പിന്നെ വേണ്ട എന്ന രീതിയിൽ അത് പുറത്തുവിടുന്നില്ല. എന്തായിരിക്കും ഇതിന്റെ സമ്മർദ്ദം? ശ്രീമതി മാധു, രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഇത് കമ്മീഷൻ ആണോ കമ്മിറ്റി ആണോ എന്നുള്ള തുടക്കത്തിൽ ഇത് കമ്മിറ്റിയാണ്, ഇത് കമ്മീഷൻ അല്ല. കാര്യം കമ്മീഷന് കുറച്ചുകൂടെ വിപുലമായ അധികാരങ്ങളുണ്ട്. എന്നാൽ കമ്മിറ്റിയുടെ സ്കോപ്പ് കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. ഒരുപക്ഷെ എന്നേക്കാൾ നന്നായിട്ട് ആശാ മാഡത്തിന് അത് പറയാൻ കഴിയുമായിരിക്കും. അതുകൊണ്ട് അത് കമ്മിറ്റിയാണ് എന്ന്, അതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടെന്നല്ല. കമ്മിറ്റി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും പ്രാധാന്യമുള്ള റിപ്പോർട്ടാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അല്ല ശ്രീ രാഹുൽ ഈശ്വർ, ഇതൊക്കെ നമ്മൾ മുൻപേ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞതും ഇതൊരു കമ്മീഷൻ ആയിരുന്നു, പിന്നീട് ഒരു കമ്മിറ്റി എന്നുള്ളതാണ്. ആദ്യമൊക്കെ നമ്മൾ കേട്ടത് ഹേമ കമ്മീഷൻ എന്ന് തന്നെയാണ്. പിന്നീട് ഒരു സുപ്രഭാതത്തിലാണ് കമ്മിറ്റി എന്ന് കേട്ടു തുടങ്ങിയത്. അതും നേരത്തെ പറഞ്ഞതുപോലെ അത്ര നിഷ്കളങ്കമായോ സ്വാഭാവികമായോ വന്നതാണ് ഞാൻ വിചാരിച്ചില്ല. പറഞ്ഞോളൂ. ആദ്യം മുതലേ നമ്മളടക്കമുള്ള സാധാരണക്കാർക്ക് അതൊരു തെറ്റിദ്ധാരണ വന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മിറ്റി നമ്മളൊക്കെ നിഷ്കളങ്കരാണല്ലോ. അതല്ല, അതിലേക്ക് വന്നോട്ടെ. ഇനി രണ്ട് ആണെങ്കിലും അല്ലെങ്കിലും, കമ്മിറ്റി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. കാര്യം നമുക്കെല്ലാം അറിയുന്ന പോലെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാ മേഖലയിലും ഉള്ളതുപോലെ നമ്മുടെ സിനിമാ മേഖലയുണ്ട്. സിനിമാ മേഖലയെ മാത്രമായിട്ട് നമ്മൾ ഒരു കരിവാരത്തേക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സിനിമാ മേഖലയിൽ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും സഹോദരിമാരും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പലതരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷനും നടക്കുന്നുണ്ടെങ്കിൽ തടയണം. പക്ഷെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രധാന പ്രശ്നം കമ്മിറ്റി കണ്ടെത്തിയ ഫൈൻഡിങ്സും ആ ഫൈൻഡിങ്സിന് മേലുള്ള ആക്ഷനും. ഈ കാര്യങ്ങൾക്കാണ് നമ്മൾ ഫോക്കസ് നൽകേണ്ടത്. ആരുടെയും സ്വകാര്യത, സ്ത്രീയുടെയും പുരുഷന്റെയും സ്വകാര്യത ലംഘിക്കുന്ന, ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾക്കല്ല. പകരം ആരെയും കരിവാരത്തേക്കാനല്ല. ഭാവിയിലേക്ക് നമുക്കൊരു പ്രോസസ്സ് വേണം, പ്രൊസീജിയർ വേണം. ഈ കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. പക്ഷെ സിനിമാ മേഖലയുടെ അടക്കമുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പലപ്പോഴും സിനിമാ മേഖലയെ തന്നെ കരിവാരത്തേക്കാൻ പോകുന്ന ഒരു കാര്യമായി ഇത് മാറുമോ എന്ന ആശങ്ക അവരിൽ ചിലർക്കുള്ളത് ഒരിക്കലും നമുക്ക് രാഹുൽ ഈശ്വർ, ഈ പറയുന്ന സ്വകാര്യതയുടെ പ്രശ്നം ചൂണ്ടിക്കാട്ടി തന്നെയാണ് പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഹൈക്കോടതിക്ക് കൃത്യമായ ബോധ്യവും ഉള്ളത് കൊണ്ടാണല്ലോ ഇത് പുറത്തുവിടാമെന്ന തീരുമാനമെടുക്കുന്നത്. അത് അവിടെ കഴിഞ്ഞു അല്ലെ? നിയമപരമായി അത് പുറത്തുവിടാമെന്ന തീരുമാനം സംസ്ഥാനത്തെ ഏറ്റവും അധികാരമുള്ള ഒരു കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നു. അതിനുശേഷമാണ് രഞ്ജിനിയുടേതായ ഒരു പരാതി പോകുന്നത്. ആ സമയത്ത് സർക്കാർ സംവിധാനം ആകെ വളരെ പ്രൊആക്റ്റീവായ ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ ഹർജിയിൽ കൂടി തീരുമാനം വന്നിട്ട് മതി എന്ന്. എന്തിനാണ്? കോടതിയുടെ ഡയറക്ഷൻ ഇല്ല. അല്ല, ശ്രീ പിണറായി വിജയൻ സർക്കാരിനോടും LDF സർക്കാരിനോടും പ്രത്യേകിച്ച് യാതൊരു മമതയും ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ ശ്രീ പിണറായി സർക്കാർ ആകട്ടെ, ശ്രീ സജി ചെറിയാൻ മന്ത്രിയാകട്ടെ, അവധാനതയോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്തത്. അതായത് ഇത് ഗാലറിക്ക് വേണ്ടി കളിക്കാനും ഇറങ്ങി സിക്സ് അടിക്കാനും ഒക്കെ നല്ല വിഷയമാണ്. ഏതെങ്കിലും രീതിയിൽ ഫ്ലെയർ അപ്പ് ചെയ്യാനും കയ്യടി നേടാനും നല്ല വിഷയമാണ്. ഗാലറിക്ക് വേണ്ടി കളിക്കണോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ ഹൈക്കോടതി ഗാലറിക്ക് വേണ്ടിയിട്ടല്ലോ ആ വിധി പറഞ്ഞത്. അല്ലല്ലോ, ഹൈക്കോടതി ഗാലറിക്ക് വേണ്ടിയല്ല. ഹൈക്കോടതി അത് നീതിയാണെന്ന് കണ്ട് അത് വിവരാവകാശത്തിന്റെയും ജനങ്ങളുടെ അവകാശത്തിന്റെയും അറിയാനുള്ള അവകാശത്തിന്റെയും ഭാഗമാണെന്ന് കണ്ട് പുറത്തുവിടാൻ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇത്രയധികം വിഷമത്തോടെ അല്ലെങ്കിൽ ഇത്രയധികം എന്റെ കാര്യം എന്ന രീതിയിൽ ഒരു ഹർജി അവിടെ പോയിട്ടുണ്ട്. എന്നാ പിന്നെ അതുകൂടി ആവട്ടെ എന്ന് കാണേണ്ടുന്ന പരിഗണന സ്വഭാവം എവിടെ നിന്ന് വന്നു എന്നാ ചോദിച്ചത്.
അങ്ങനെയല്ല ശ്രീമതി മാധു മനസ്സിലാക്കേണ്ടത്. സജി ചെറിയാൻ സാറിന്റെ പത്രസമ്മേളനവും ഇന്ററാക്ഷനും മുഴുവനായും ഞാൻ കണ്ടു. എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടവും ബഹുമാനവുമാണ് തോന്നിയത്. ഒരു പത്രക്കാരൻ ചോദിച്ചു, സാർ ബിംബങ്ങൾ ഉടയുമല്ലോ. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഏത് ബിംബത്തെ കുറിച്ചാണ് പറഞ്ഞത്? ഞാനിത് വാർത്ത കേട്ടിട്ടില്ലോ. പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഇത് വലിയൊരു പൊട്ടൻഷ്യൽ ന്യൂസ് ആണ്. പക്ഷേ സിനിമ ഇൻഡസ്ട്രിക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് കോഷ്യസ് ആയി പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്ന് സജി ചെറിയാൻ കാണുക ഉണ്ടാകുന്നത്. ഈ വിഷയം പ്രാധാന്യമുണ്ട് ഇല്ലെന്ന് ആരും പറയില്ല. പക്ഷേ ആ വിഷയത്തെ സമീപിക്കുന്ന രീതി അവധാനതയോടുകൂടി ആകണം. അത് സജി ചെറിയാൻ മന്ത്രി അവധാനതയോടുകൂടി സമീപിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട് ഒക്ടോബറിൽ ഒരു വലിയ കോൺക്ലേവ് നടക്കുന്നുണ്ട്, കോൺക്ലേവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട്. ആ കോൺക്ലേവിൽ CPM-ഉം കോൺഗ്രസും BJP-യും അടക്കം അല്ലെങ്കിൽ മുസ്ലിം ലീഗും അടക്കം എല്ലാ പാർട്ടികളും അവരെ സപ്പോർട്ട് ചെയ്യുകയും ഫ്യൂച്ചറിലേക്ക് ഒരു നിയമനിർമ്മാണമാണ് വേണ്ടത്. പകരം നമ്മൾ ചാനലുകളിൽ ആർക്കാണ് പേടി, ഏത് ബിംബം നശിക്കും, ഈ വിഗ്രഹം ഇല്ലാതെ ബിംബം കുറയുമോ ബിംബം നശിക്കുമോ എന്നൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല. അത്തരം കാവ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ ചോദിച്ച ആർക്കെങ്കിലും ഈ ബിംബങ്ങളെ പറ്റി വല്ല അറിവും ഉണ്ടായിരിക്കും? നമുക്കില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ പരാതി കൊടുക്കുന്നവർക്ക് ഡിഫമേഷന്റെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ വ്യക്തിഹത്യാപരമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് പേടിക്കുന്നവർക്ക് ഏത് ബിംബങ്ങളെ കുറിച്ചാണോ അറിവ് എന്നുള്ളതാണ് ആകാംക്ഷ. നേരെ തിരിച്ച് ഇത് ആരെ കുറിച്ചും ആകാം. ഞാൻ എന്നെ ഉദാഹരണം വെച്ച് പറയാം. എന്നെ ഉദാഹരണം വെച്ച് പറയാം. രാഹുൽ ഈശ്വർ തൽക്കാലം എന്റെ പേരിൽ എന്തായാലും റിപ്പോർട്ടിലില്ല. ഞാൻ സിനിമാ മേഖലയുള്ളവരല്ല. എങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെ അറിയുക? ഇല്ലെന്ന് എങ്ങനെയാണ് അറിയുക? ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാഹുൽ ഈശ്വറായ എന്നെ കുറിച്ച് ഒരു വ്യാജ ആരോപണം വന്നു എന്നിരിക്കട്ടെ. അതെന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്താൽ എനിക്കതിന് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയിട്ടില്ല. നാച്ചുറൽ ജസ്റ്റിസിന്റെ ലംഘനമാണ്. പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിൽ ഒരു ക്രൈം ഉണ്ടാകുമെന്ന് നമുക്ക് ഗണിച്ചറിയാൻ കഴിയില്ല. റിപ്പോർട്ട് പുറത്തു എന്റെ പേരിൽ മോശം പരാമർശം ഉണ്ടാകും എന്ന് ചിന്തിക്കണമെങ്കിൽ തലയിലേക്ക് തൂവൽ പരാതി ആയിക്കൂടെ? നമ്മളത് വിജയബാബുവിന്റെ കേസിൽ കണ്ടില്ലേ? അല്ല, അങ്ങനെ വ്യാജ പരാതി, ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല രാഹുൽ. അവിടെ നിൽക്കട്ടെ. വ്യാജ പരാതി ആണെങ്കിലും എന്റെ പേരിൽ ഉണ്ടായേക്കൂടാ എന്ന് വിചാരിക്കേണ്ട തരത്തിലുള്ള ആശങ്കയും ആകാംക്ഷയും എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുള്ളൂ. ഒരു മിനിറ്റ്, ഞാൻ അങ്ങനെയൊക്കെ വരാം. ഒരു മിനിറ്റ്, ഞാൻ വരാം ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ വരാം. ശ്രീമതി സോയ, 2019 ഈ റിപ്പോർട്ട് വരുന്നത്. 2017 WCC ഒരു ആവശ്യം ഉന്നയിക്കുന്നു, ഒരു കമ്മീഷൻ രൂപവൽക്കരിക്കുന്നു. 2019 റിപ്പോർട്ട് വരുന്നു. അവധാനത എന്ന് പറഞ്ഞാൽ അനന്തം എന്നാണോ? അനന്തം അജ്ഞാതം എന്നാണോ അർത്ഥം? ഈ ഭൂമി അങ്ങ് അവസാനിക്കുന്നത് വരെ ഉണ്ട് അതിന് സാധ്യത. എത്ര വർഷമാണ്? ഒരു മിനിറ്റ് രാഹുൽ, ഞാൻ വരാം. നമുക്ക് സമയമുണ്ടല്ലോ, ഞാൻ വരാം. സോയ, അതായത് അവധാനത എന്ന് പറഞ്ഞാൽ അനന്തത എന്നാണോ അർത്ഥം? അല്ല, ഇത്തരത്തിലൊരു അവധാനത ഉണ്ടാകുന്നതിന്റെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കണം. കാരണം പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിലാകുമ്പോൾ, അത് പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള സ്ത്രീകളുടെ കാര്യത്തിലാകുമ്പോൾ വലിയ രീതിയിലുള്ള അവധാനത വരുന്നു എന്നുള്ളത് സത്യത്തിൽ ഒരു സ്ത്രീപക്ഷ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്ന രീതികളിൽ നിന്ന് നമുക്ക് വലിയ അപകടകരമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. എന്തിനാണ് ഇത്ര അവധാനത? എനിക്കതാണ് മനസ്സിലാവാത്തത്. പലപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2017 മുതലുള്ള ചർച്ചകൾ നമ്മൾ കാണുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു പഠന കമ്മിറ്റിയാണ്. ഒരു കാര്യത്തെ പറ്റി, അതായത് സിനിമാ മേഖല എന്ന് പറയുന്ന എല്ലാ തരത്തിലും, അല്ലെങ്കിൽ അതിൽ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളും സാമൂഹ്യമായിട്ടുള്ള രീതികളും കലാപരമായിട്ടുള്ള അതിൻ്റെ മൂല്യങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു വലിയ മേഖല, അത് ഇൻഡസ്ട്രി കൂടിയാണ്. ആ ഒരു മേഖലയിൽ അത്തരത്തിൽ ഏതെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള വലിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് അതിൽ ഒരൊറ്റ കാര്യം മാത്രമാണ്. മറ്റെല്ലാം വിഷയങ്ങൾ, ഒരു സ്ത്രീ ഒരു തൊഴിലിടത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന കമ്മിറ്റിയാണ് അവിടെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അവരാളുകളുടെ തെളിവെടുക്കുന്നു, മൊഴിയെടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഈ പിന്നെ സ്വകാര്യതയുടെ കാര്യം നമ്മൾ വീണ്ടും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ പിന്നെ കോടതിയാവട്ടെ, ഇൻഫർമേഷൻ കമ്മീഷനാവട്ടെ വളരെ വ്യക്തമായി സ്വകാര്യത പരാമർശിക്കുന്ന ഭാഗങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായും എടുത്തു മാറ്റണം, അത് കഴിഞ്ഞുള്ള ഭാഗം മാത്രം പുറത്തു വിടണം എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ധാരണകൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അത്തരത്തിലൊന്നും വീണ്ടും ചർച്ചകൾ മുന്നോട്ട് പോകേണ്ട. പക്ഷേ എന്താ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് മൂടി വെക്കുന്ന ആളുകളും ഇത് മൂടി വെക്കാൻ ശ്രമിക്കുന്ന ആളുകളും ഇത് പിന്നെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന സർക്കാരും ഒക്കെ യഥാർത്ഥത്തിൽ സിനിമാ മേഖലയോട് വലിയ ദ്രോഹമാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ എന്തോ വലിയ കാര്യമുണ്ട്. ഇത് കുറേ ആളുകൾക്കെതിരെ എന്തോ എക്സ്പ്ലോയിറ്റേഷനെ പറ്റിയുള്ള കുറേ കേസുകൾ, അതിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. നാളെ മുതൽ ഇതൊക്കെ നാളെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കാണുന്ന ഗോസിപ്പുകൾ പോലെയുള്ള വാർത്തകളായി, കേസുകളായി ഇതൊക്കെ നാളെ മുതൽ പുറത്തു വരുമെന്നുള്ളത് മാത്രമാണ് അതിനെ അങ്ങേയറ്റം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അങ്ങേയറ്റം ചുരുക്കിക്കൊണ്ട് അതിൻ്റെ അത് എന്ത് ഉദ്ദേശത്തിലാണ് വാട്ട് ഇറ്റ് സെർവ്സ് ദ പർപ്പസ് എന്ന് പറയുന്ന അതിൻ്റെ പർപ്പസിനെ മുഴുവൻ കളഞ്ഞുകൊണ്ട്
ഒരു സ്ത്രീ തൊഴിലിടത്തിൽ അനുഭവിക്കുന്ന സകലമാന വിഷയങ്ങളുടെ മൂല്യബോധവും കളഞ്ഞുകൊണ്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തെ ഉത്തരവാദി സർക്കാരാണ്. രണ്ടാമത് പറയുന്നത് ആരാണോ ഇതിനൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവരാണ് ഇതിൽ രണ്ടാമത്തെ ഉത്തരവാദികളായി വരുന്നത്. ഞാൻ ഈ പറയുന്നത് പോലെ ഇന്ന് രഞ്ജിനി എന്ന് പറയുന്ന ഒരു നടി അവരൊരു അതിലൊരു ഹർജി കൊടുക്കുന്നത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ കൺസേൺ ആണ്. അതിൽ നമ്മൾ തെറ്റു പറയേണ്ട ആവശ്യമില്ല. ഏതായാലും നമ്മൾ അവധാനതയോടുകൂടെ ഇത്ര നാൾ കാത്തിരുന്നല്ലോ. അപ്പോൾ ഇനിയും ഒരു തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം. അത്തരം കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ട ഏറ്റവും മികച്ച ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ ഒരു പിന്നെ നിയമസഭയിൽ പോലും കെ രമ എന്ന് പറയുന്ന പിന്നെ MLA ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി സജി ചെറിയാൻ പറയുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നിയമനിർമ്മാണം കൊണ്ടുവരും. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. സിനിമ എന്ന് പറയുന്ന വിശാലമായ മേഖലയിൽ നിന്നുകൊണ്ട് അവിടെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രമുഖ നടി മുതൽ അല്ലെങ്കിൽ പ്രമുഖ നടിമാർ മുതൽ അതിൽ പിന്നെ ഏറ്റവും ക്ലീനിങ് ചെയ്യുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ വരെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അത് സ്ത്രീകളുടെ പിന്നെ ശുചിമുറിയുടെ പ്രശ്നങ്ങളാവട്ടെ, അവർക്ക് വസ്ത്രങ്ങൾ മാറാനുള്ള ഫെസിലിറ്റേഷൻ ആവട്ടെ, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കേണ്ട കാര്യമാകട്ടെ, അവർക്ക് ലഭിക്കുന്ന വേതനത്തിൻ്റെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ സമയക്രമമാകട്ടെ, ഇത്തരം ചർച്ചകളൊന്നും നടക്കാതെ ഇവിടെ ബിംബങ്ങൾ ഉടയുന്നതിനെ പറ്റി മാത്രം ചർച്ച ചെയ്ത് ഇതിന്റെ മുഴുവൻ പർപ്പസിനെയും കളഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പുറത്തു വിടുകയായിരുന്നു. എന്നാൽ ജസ്റ്റിസ് ഹേമ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഇതിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളില്ല, ഇതൊരു കേസുകളുടെ കൂട്ടമല്ല, ഇത് അവിടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു എന്റർപ്രൈസിൽ നിലനിന്നിരുന്ന മനുഷ്യരെയൊക്കെ അവരോടൊക്കെ സംസാരിച്ച് അവരനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ആകത്തുകയാണ്. ആ പ്രശ്നങ്ങളിൽ എന്തെല്ലാം തരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ നിർദ്ദേശങ്ങളാണെന്ന് പറഞ്ഞു വെച്ചെടുത്ത് ഇത് ഞാനും നിങ്ങളും കൊടുക്കുന്ന പണത്തിന് ആ 1 കോടി രൂപയ്ക്ക് 1 കോടി രൂപ ചെലവാക്കിയെന്നാണ് പറയുന്നത്. ആ നികുതി പണത്തിന് വിലമില്ല. അതിനപ്പുറത്തേക്ക് ഈ മേഖലയിലുള്ള പിന്നെ ഇത് ആഗ്രഹിക്കുന്ന ഇത് കുറെ കൂടെ സംശുദ്ധമാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കരിവാരി തേക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ട് കൊണ്ട് കരിവാരി തേക്കപ്പെടുന്നതല്ല, ഇത് പുറത്തു വിടാത്തത് കൊണ്ട് കരിവാരി തേക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരെയും സംശയത്തിന്റെ നിഴൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ പർപ്പസ് മുഴുവൻ കളഞ്ഞു കുളിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇതൊരു താപ്പാണ്, ഇതൊരു താപ്പായി കാണുകയാണ്. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ആ അവധാനത കുറച്ചുകൂടെ നീട്ടാൻ, അനന്തമായി നീട്ടാൻ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിനെ നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പങ്കുവഹിക്കുന്നത് സർക്കാരാണ് എന്ന് ഞാൻ എടുത്തു പറയുന്നു. ഇപ്പോ നടി രഞ്ജിനി പൊതുകാര്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പൊ അവിടെ ബ്രഹ്മപുരത്ത് മാലിന്യ പ്രശ്നമുണ്ടായ സമയത്ത് അവർ വളരെ ആക്റ്റീവായി മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്ന ട്രാഫിക് ഇഷ്യൂസ്, അങ്ങനെ പലതിലും അവർ വളരെ സജീവമായി ഇടപെടുന്ന ഒരാളാണ്. എന്നിരുന്നാലും ഇതിപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന മൊഴി എങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന ആകാംക്ഷയും ആശങ്കയും മുൻനിർത്തിയിട്ടാണല്ലോ ഈ പരാതി ചെല്ലുന്നത്. ഇപ്പോൾ നമ്മളൊരു കമ്മിറ്റിക്ക് മുൻപിൽ അല്ലെങ്കിൽ ഒരു കമ്മീഷന് മുൻപിൽ നമ്മൾ മൊഴി കൊടുക്കുന്നു. ആ റിപ്പോർട്ട് ഇത്രയും കാലം ഇരിക്കുന്നു, ആ സമയത്തൊന്നും നമുക്ക് പരാതി വരുന്നില്ല. ഇത് പുറത്തു വരുന്നു എന്ന തീരുമാനം വരുമ്പോഴാണ് നമുക്കൊരു പരാതി വരുന്നത്. ഇതിന്റെ മൊഴിപ്പകർപ്പ് വരണം എന്നുള്ളത് അവകാശമുള്ളതാണ്, അത് സ്വാഭാവികവുമാണ്. ആ റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ സ്വാഭാവികമായി നമുക്കൊരു സാധാരണ നിലയിലൊരു പരാതിക്ക് സ്കോപ്പ് ഉണ്ടാവുക. അതിന്റെ സംശയമാണ് കേട്ടോ. നിങ്ങൾ അഭിഭാഷകരുണ്ടല്ലോ ഈ പാനലിൽ. അപ്പോൾ അതിൽ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചലഞ്ച് ചെയ്യാം അല്ലേ? അങ്ങനെയല്ലേ സാധാരണഗതിയിൽ സംഭവിക്കുക? ആക്ച്വലി മാധു, ഇതിലെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നടി രഞ്ജിനി അടുത്ത സുഹൃത്താണ്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള പല വിഷയങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അവരെ ഞാൻ മാനിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ അവകാശം അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചോദിക്കാം. അത് അവർ മാത്രം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവർ കൊടുത്ത മൊഴി എന്താണെന്ന് അവർക്കറിയാം. ആ മൊഴി പുറത്ത് വരരുത്, അല്ലെങ്കിൽ പൊതുജനം വായിക്കരുത്, എൻ്റെ പ്രൈവസിയെ ബാധിക്കും, അല്ലെങ്കിൽ മറ്റു ചിലരായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കും എന്നവർക്ക് തോന്നുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. ഇപ്പം കോടതി തീരുമാനം എടുത്ത് ലാസ്റ്റായിട്ട് ഇത് വിവരാവകാശവും മറികടന്ന് എല്ലാവർക്കും കൊടുത്തേക്കൂ, അതായത് ഇത് റിപ്പോർട്ട് പുറത്ത് പബ്ലിഷ് ചെയ്യണം എന്ന ഫൈനൽ റൗണ്ട് തീരുമാനം എത്തുന്നവരെ അവർ വിചാരിച്ചിട്ടുണ്ടാകാം, ഞാൻ വിചാരിക്കുന്നവരുടെ ഭാഗത്തുനിന്ന് വിചാരിച്ചിട്ടുണ്ടാകാം ഇത് വരാൻ പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കോടതിയുടെ ഫൈനൽ ഡിസിഷൻ വന്നപ്പോഴായിരിക്കും അവർക്ക് ആശങ്ക വന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ ബാധിക്കുമോ എന്ന് അവർ ആശങ്കപ്പെടുന്നുണ്ട്. അവരുടെ ആശങ്കയോ ഉത്കണ്ഠയ്ക്കോ നമ്മൾ ഉത്തരം പറയാനോ അതിനെ കുറച്ച് കാണിക്കാനോ കൂട്ടിക്കാണിക്കാനോ നമുക്ക് സാധിക്കില്ല. അത് അവരുടെ ആശങ്കയാണ്. അത് അവർ നിയമപരമായിട്ടുള്ള അതോറിറ്റികളുടെ മുന്നിൽ അവരത് അധികാര സ്ഥാപനങ്ങളുടെ മുന്നിൽ അത് ഉന്നയിക്കുകയെന്ന് ചെയ്യുന്നു. അതിനുള്ള
അവകാശവർക്കുണ്ട്, അവർക്ക് ബേസിക് ലോ ഡിഗ്രിയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഭാഗത്ത്. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വകാര്യത എന്തൊക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വിത്ത് എന്താ പറയുക പേഴ്സണൽ ലിബേർട്ടിയും കൂടിയാണ്. അപ്പോൾ ഈ പേഴ്സണൽ ലിബേർട്ടി, റൈറ്റ് ടു ലൈഫ് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് തന്നെയാണ് ഈ സ്വകാര്യത കടന്നു വരുന്നത്. പക്ഷേ അതേസമയം തന്നെ റൈറ്റ് ടു ഹാവ് ഒക്യുപ്പേഷൻ, മറ്റു കാര്യങ്ങൾ, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായി ഭക്ഷണം കഴിക്കണം, തൊഴിലെടുക്കുന്ന സ്ഥലത്തുണ്ടാവുന്ന ചൂഷണങ്ങൾ, ഇതൊക്കെ തന്നെ ഹാർമോണിയസ്ലി വായിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഒരു കമ്മിറ്റി ഇത് ഇങ്ങനത്തെ പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഈ കമ്മിറ്റിയെ ഗവൺമെൻറ് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടു, നമുക്കറിയാം, WCCയുടെ കാര്യമൊന്നും പറയണ്ട. അപ്പോൾ ആവശ്യപ്പെട്ടു, കമ്മിറ്റി വയ്ക്കുന്നു. ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൃത്യമായി തന്നെ ഗവൺമെൻറ്റിൻ്റെ മുന്നിലെത്തുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് ഇത് ഒളിച്ചു വയ്ക്കപ്പെടേണ്ടതല്ല. ഇവിടെയാണ് ട്രാൻസ്പാരൻസി എന്ന് പറഞ്ഞ സാധനം വരുന്നത്. കാരണം ഭരിച്ചാൽ മാത്രമല്ല, ജസ്റ്റിസ് നടത്തിയാൽ മാത്രമല്ല, ഇറ്റ് ഹാസ് ടു ബി സീൻ ടു ബി ഡൺ എന്നും കൂടിയാണ്. ജസ്റ്റിസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഇങ്ങനൊരു പേപ്പർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ആണ്. കാരണം നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മളും കൂടി എൻ്റർടൈൻമെൻറ്റ്, ഓരോ ടിക്കറ്റ് എടുക്കുന്ന ആളും ഈ എൻ്റർടൈൻമെൻറ്റ് ബിസിനസ് എന്ന രീതിയിലുള്ള ഈ എന്താ പറയുക ഇൻഡസ്ട്രിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇത് ഭയങ്കര ആവശ്യമുള്ള സംഗതിയാണ്. പല മേഖലയിൽ അതിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ വോളിയൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബിസിനസ്സിൻ്റെ വോളിയാണെങ്കിലും അതുവഴി ഉണ്ടാകുന്ന മനുഷ്യരുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇത് മനുഷ്യൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, 2000 IT ആക്ട് മാത്രമാണ് നമുക്കൊരു നിയമമുണ്ട് എന്ന് പറയാവുന്ന മേഖല. നമുക്കറിയാം, ഓഫ് കോഴ്സ് നമുക്ക് റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്റ്റും അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇൻഡീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആക്ട്, സിനിമാറ്റോഗ്രഫി ആക്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതല്ല, ഈ പുതിയ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഉടനെ സിനിമയെ മാറുന്ന ഒരു ലോകത്ത്, ഇത് ആക്ച്വൽ വേൾഡിലെ പോലെ തന്നെ മനുഷ്യർ വ്യവഹരിക്കുന്ന ഈ ലോകത്ത് വെർച്വൽ വേൾഡിലും നിർബന്ധമായും നിയമം ആവശ്യമുണ്ട്. ആ നിയമത്തിൻ്റെ പോരായ്മയാണ് ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ, റൂൾ ഓഫ് ലോ എൻഫോഴ്സ് ചെയ്യേണ്ട ഗവൺമെൻറ് ഉണ്ടെങ്കിൽ നിർബന്ധമായി ഒരു നിയമം ആവശ്യമാണ്. ഈ നിയമം വരുമ്പോൾ തന്നെ പബ്ലിക് ഒപ്പീനിയൻ ആവശ്യമുണ്ട്, ചർച്ചകൾ ആവശ്യമുണ്ട്, എക്സ്പേർട്സിനെ ആവശ്യമുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ആശങ്കകളെല്ലാം കൂടി ചേർത്തുകൊണ്ടായിരിക്കും നിയമം വരിക. അപ്പോൾ നിയമത്തിലേക്കുള്ള പോക്കാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും അത് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളുണ്ടെങ്കിൽ അവർക്ക് വാക്കാൽ ഗവൺമെൻറ്റിന് കൊടുക്കാം, നിങ്ങളുടെ യാതൊരുവിധ സ്വകാര്യതയും ലംഘിക്കാൻ പോകുന്നില്ല, നിങ്ങളുടെ റൈറ്റ് ടു ലൈഫിനെയോ നിങ്ങളുടെ ഒന്നിനെയും ബാധിക്കുന്നില്ല എന്നൊരു ഉറപ്പ് കൊടുക്കാം. കോടതിക്കും ഇത് ഫൈനലായിട്ട് തീരുമാനിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വന്ന് ഇനി പെറ്റീഷൻസ് കൊടുത്തുകൊണ്ട് എൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറയണേക്കാൾ പകരം ദിസ് ഈസ് ദ ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ട് തിങ്കളാഴ്ച കോടതിക്ക് അത് പരിഗണിക്കുമ്പോൾ അത് പറയുകയും ചെയ്യാം, നിങ്ങൾ ആശങ്കകളുടെ ആവശ്യമില്ല, ഇത് നിയമമാണ്, ഈ നിയമം എനിക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുള്ളൂ, നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റും സംരക്ഷിക്കേണ്ടതുണ്ട്. സോ വി ആർ ഗോയിങ് വിത്ത് എ ഹാർമോണിയസ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് കോടതിയും നല്ലൊരു ജഡ്ജ്മെൻറ്റിലേക്ക് എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഒരാളുടെയും അവകാശങ്ങളെ കുറച്ച് കാണിക്കാനോ കൂട്ടിക്കാണിക്കാനോ നമുക്ക് യാതൊരുവിധ റൈറ്റും ഇല്ല. അത് അവരുടെ ഗ്രിവൻസാണ്, അത് അവർക്ക് ഫീൽ ചെയ്തതാണ്, അതിൻ്റെ എൻഡ് അവരുടെ കയ്യിലാണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ ഒരു ലാർജർ ആയിട്ടുള്ള ഒരു വോള്യം ഇതിനെ കവർ ചെയ്യുന്നത് കൊണ്ട് അത് അത്രയും കോഷ്യസ് ആയി തന്നെ അതിനെ കാണേണ്ടതുണ്ട്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ 2019 മുതൽ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ശരി, ഇത് പുറത്തുവിടുന്നതും പുറത്തുവിടാതിരിക്കുന്നതും മറ്റു പല സാഹചര്യങ്ങളിൽ. ഇതിൽ ശുപാർശകളുണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ ഈ അവധാനതയുടെ ആവശ്യമില്ലല്ലോ. കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെ, ട്രിബ്യൂണൽ അടക്കമുള്ള കാര്യങ്ങൾ, പരാതി പരിഹാരത്തിനുള്ളത്, അങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ഇത് വളരെ കാര്യമായി ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ, ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളിലുള്ള ഇതിൽ ഭാഗവാക്കായ ആളുകളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായം സ്വരൂപിച്ച് ഒരു ജസ്റ്റിസിൻ്റെ ഈ മേഖലയിലുള്ള ഒരു വനിതയുടെ ഒക്കെ സാന്നിധ്യത്തിൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് ആ ശുപാർശകൾ നടപ്പിലാക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശശുദ്ധി അവിടെ നടപ്പിലാകേണ്ടതല്ലേ? അതിലും അവധാനതയുടെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് ഈ പറയുന്ന കമ്മിറ്റിയുടെ രൂപീകരണവും ഈ റിപ്പോർട്ടും ഈ പഠനവും ഒക്കെ വന്നത് എന്നുള്ളതറിയാം. അത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് കേരളം ഒന്നാകെ അവർക്കൊപ്പം നിൽക്കുന്ന, സർക്കാരിന് തന്നെ വിവിധ പരിപാടികളിൽ അവരെ അതിഥിയായി വിളിക്കുന്ന, അവരോടൊപ്പമാണെന്ന് തുറന്ന് പലതവണ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ പിന്നാലെ. അപ്പോൾ ഇത് അത്രമേൽ ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? സംശയമില്ല, വളരെ ശരിയാണ്.
അവിടെയാണ് ഇതിന്റെ കൺക്ലൂഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഇതിലെ പ്രപ്പോസ്ഡ് ആക്ഷൻ പ്ലാൻ ഇമ്പോർട്ടന്റ് ആണ്. ട്രൈബ്യൂണലോ അല്ലെങ്കിൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനോ പോലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ പോലും ഹെൽപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാനും ഭാഗ്യലക്ഷ്മി മാഡവും കൂടി ഒരു ചർച്ച ചെയ്തിരുന്നപ്പോൾ ഈ ആശയം മാഡത്തോട് പറയുകയും അവർ അവരുടെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുകയും ചെയ്തു. ഒരു ഹെൽപ്പ് ലൈൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ ആരും ഉപയോഗിക്കാറില്ല. കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ആർക്കും നമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ അവയർനെസ് വേണം, എംപവർമെന്റ് വേണം, അതേപോലുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ഒരു തർക്കം ഉണ്ടാക്കുന്ന കാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അന്നും ഇന്നും കേരളം മുഴുവൻ നടിയോടൊപ്പം മാത്രമാണ്. പക്ഷേ ആ നടിയോടൊപ്പമായ കേരളത്തിലെ ചില ആൾക്കാർ ആ അവസരത്തിൽ ചൂഷണം ചെയ്ത് ചില ആൾക്കാരുടെ പേര് 8ാം പ്രതിയായി ചേർത്ത് കേസിനെ മറ്റൊരു ദിശയെ കൊണ്ടുപോകാൻ നോക്കുന്നത് മാത്രമാണ് ആൾക്കാർ എതിർക്കുന്നത്. അന്നും ഇന്നും നമ്മളെല്ലാം നമ്മുടെ ആ മികച്ച കലാകാരിയോടൊപ്പം തന്നെയാണ്. അപ്പോൾ ഫോക്കസ് ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കണം, ഫോക്കസ് ഇതിന്റെ ഫോർവേഡ് വേയിലായിരിക്കണം, ഫോക്കസ് നാളെ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യണമെന്നുള്ളതായിരിക്കണം. സിനിമാ മേഖലയിലുള്ളവർക്ക് അവരുടെ ഉപജീവനമാണ്, അവരുടെ ജീവിതമാണ്. ഇതിനെക്കുറിച്ച് സ്വാഭാവികമായ ആശങ്കകളുണ്ട്. അതായത് ചിലപ്പോൾ 100-ൽ 1 സംഭവമായിരിക്കും നടക്കുന്നത്, പക്ഷേ സിനിമാ രംഗത്തേക്ക് തന്നെ പെൺകുട്ടികളും ബാക്കിയുള്ളവരും വന്നാൽ ഇതൊരു ചൂഷണത്തിന്റെ കേന്ദ്രമാണ് എന്ന രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കുന്നത് സിനിമാ മേഖലയ്ക്കും ഗുണം ചെയ്യില്ല. നമ്മൾ ഈ വെളിയിൽ നിന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഈസിയാണ്, പക്ഷെ സിനിമാ മേഖലയിൽ ഉള്ളിൽ നിൽക്കുന്നവരോട് ചോദിച്ചാൽ പ്രശ്നമില്ലേ അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ? അതായത് ഇത്രയും ആളുകൾ തുറന്നു പറഞ്ഞ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടും ആ റിപ്പോർട്ട് പോലും പുറത്തു വരാൻ കഴിയാത്ത തരത്തിൽ സമ്മർദ്ദ ശക്തികൾ വിളയാടുന്ന ഒരു സ്ഥലമാണ് ഈ സിനിമാ മേഖല. അതൊരു അധോലോകത്തിന് തുല്യമാണെന്നൊക്കെ സാധാരണ ജനങ്ങൾ വിചാരിച്ചു പോകില്ലേ? ഹൈക്കോടതി റിപ്പോർട്ട് പോലും ഹൈക്കോടതി ഇതിപ്പോഴും പിടിച്ചു വെക്കുമ്പോ അങ്ങനെയല്ലേ വിചാരിക്കുക? അപ്പൊ അവിടേക്ക് ഇനി പോകണ്ട എന്നല്ലേ വിചാരിക്കുക? അല്ലല്ല, ഈ നറേറ്റീവാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ ഞാൻ അടക്കമുള്ളവരുടെ ആശങ്ക ആശാ മാഡമോ ശ്രീമതി സോയോ പറയുന്നതല്ല. യഥാർത്ഥത്തിൽ ഒരു മാധവും അഭിലാഷും അടക്കമുള്ള മീഡിയ ഉയർത്തുന്നതാണ്. ഇതെന്തോ വലിയ ഗൂഢാലോചനാ കേന്ദ്രമാണ്, ഇത് ലോകത്തിലെ എല്ലാ അധോലോക മാഫിയ നയിക്കുന്ന കേന്ദ്രമാണ്. ആ മാഫിയെ കുറിച്ച് റിപ്പോർട്ട് വരുന്നു, ആ റിപ്പോർട്ടിനെ തടയാൻ ഗൂഢശക്തികൾ ലൂസിഫറിലെ പിന്നിൽ നിന്ന് കളിക്കുന്നു എന്നൊക്കെ മീഡിയക്കാരാണ്. എന്താ പറയാ, ഒരു ദിവസം രാവിലെ ദുസ്വപ്നം കണ്ട് ഞെട്ടിയടിക്കുന്നവർക്ക് അങ്ങനെ പലതും വിചാരിക്കാം. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലാണ്. സർക്കാർ ഉണ്ടിരുന്നപ്പോൾ ഒരു ഉള്ളുവിളി ഉണ്ടായിട്ടുണ്ടാക്കിയ കമ്മിറ്റിയൊന്നും അല്ല രാഹുലെ. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അങ്ങ് അധോലോകമാണോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാക്കി വെച്ചതാണോ എന്ന് പറയാൻ അങ്ങനെയല്ല. വളരെ കൃത്യമായ, വളരെ നീചമായ, ജീവിതത്തിൽ അഭിമാനത്തോടെ ഒരു തരിമ്പിനെ പറ്റിയും ചിന്തിക്കാൻ കഴിയാത്ത നിന്ദ്യമായ ഒരു സംഭവ വികാസത്തിന്റെ സൃഷ്ടിയാണ് ഈ പറയുന്ന കമ്മിറ്റിയും അതിന്റെ പഠനവും അതിന്റെ റിപ്പോർട്ടും. യാതൊരു സംശയവുമില്ല. അത് മാധു പറഞ്ഞവരോട് 101% യോജിക്കുന്നു. പക്ഷേ മാധു അടക്കം ചിലപ്പോഴെങ്കിലും അതിൽ കൊണ്ടുവരുന്ന ഈ 8ാം പ്രതിയെ മാത്രമേ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ ചർച്ചയിൽ 8ാം പ്രതിയുടെ കാര്യം പറഞ്ഞത് ഞാനല്ല, രാഹുലാണ്. രാഹുലെ, 8ാം പ്രതിയൊന്നും ഞാൻ മിണ്ടിയിട്ടില്ല. ആരുടെ താല്പര്യമാണെന്ന് എനിക്ക് ഹേമ കമ്മിറ്റിയെയും 8ാം പ്രതിയെയും തിരിച്ചറിയാനുള്ള ബോധമൊക്കെയുണ്ട്. പക്ഷെ രാഹുൽ പറ്റില്ല. ഞാൻ എന്റെ മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. മാധു മിണ്ടുന്നില്ലെന്നല്ലേ ഉള്ളൂ. മാധു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് 2 സബ്ജക്റ്റിനെയും 2ആയി കാണാൻ അറിയാം. അർത്ഥമില്ല. യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ ഏതോ ഭീകരരുണ്ട് എന്ന തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയാണ്. അങ്ങനെയൊന്നുമല്ല. അമ്മയുടെ പ്രസിഡന്റ് ശ്രീ സിദ്ദിഖ് പറയുകയുണ്ടായി അമ്മയ്ക്ക് ഇതിലൊരു നിലപാടില്ല. ഇന്ന് ശ്രീ മുകേഷ് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് വിടണം. ഈ മേഖലയെ മാത്രമല്ല ഒരുപാട് മേഖലയിലും ഈ പ്രശ്നമുണ്ട്. പിന്നെ ഇത് അഡ്രസ് ചെയ്യുന്ന മറ്റു ചില പ്രശ്നമുണ്ട്. അത് ഫാഷനബിൾ ആകരുത്. അതായത് ഇപ്പം പേ പാരിറ്റി അടക്കമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പേ ഈക്വൽ ആയിട്ട് നാളെ എന്നെ മാതൃഭൂമിയിൽ ഒരു ന്യൂസ് ആങ്കറായിട്ട് എടുത്താൽ മാധുവിനെ പോലെ സീനിയർ ആയ ആങ്കറിന് കിട്ടുന്ന റേറ്റ് അല്ലെങ്കിൽ ശമ്പളം എനിക്ക് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് അർത്ഥമുണ്ടോ? നമ്മൾ രണ്ടും ചെയ്യുന്ന ഒരു ജോലിയാണ്. പക്ഷേ നല്ലത് അങ്ങനെ സീനിയോറിറ്റി നോക്കി ശമ്പളം വെക്കാൻ അവനുണ്ട് സ്കിൽ എന്നുള്ളതാണ് എല്ലാ മേഖലയിലും. നമ്മളൊക്കെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരല്ലേ. ഇപ്പൊ നാളെ രാഹുൽ ഈശ്വർ ഒന്ന് വാർത്ത വായിക്കുമ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശമ്പളമൊക്കെ കിട്ടും. അതിലും പേടിക്കണ്ട, കുഴപ്പമില്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കല്ലേ മാധു. രാഹുൽ ഈശ്വറും നയൻതാരയും ഒരു സിനിമയിൽ നായകനും നായികയായിട്ട് അഭിനയിച്ച നയൻതാരയ്ക്ക് കിട്ടുന്ന പൃഥ്വിരാജും ഐശ്വര്യ റോയും കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ച ഐശ്വര്യ റോയ് കൊടുക്കുന്ന റേറ്റ് പൃഥ്വിരാജിന് കിട്ടൂ. അപ്പൊ ഇതൊന്നും ചുമ്മാ പറയുകയാണ്, വെറുതെ ഫാഷനബിൾ ആയിട്ട് ഗാലറിക്ക് വേണ്ടി കളിക്കാൻ പറയുകയാണ്. അപ്പൊ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവായ, ബ്രാൻഡ് ഇൻറ്റൻസീവായ, ബ്രാൻഡ് വാല്യൂവും കഴിവും എക്സ്പെർട്ടീസും റേറ്റ് നിർണ്ണയിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൽ ബാക്കി ഫാഷനബിൾ ഫെമിനിസ്റ്റിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രായോഗികതയും അങ്ങീ പറഞ്ഞ സീനിയോറിറ്റി സിനിമാ മേഖലയിലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ. ഒരേ ശമ്പളമാണോ കിട്ടുക? അല്ലെങ്കിൽ 80 വയസ്സുള്ള ഒരു കലാകാരൻ അദ്ദേഹത്തിന് എടുത്ത ശമ്പളത്തേക്കാൾ കൂടുതലായിരിക്കില്ല. ഇതെല്ലാം ആപേക്ഷികമാണ്. അതൊന്നുമല്ല ഇതിന്റെ കാരണം. അങ്ങ് പറഞ്ഞു അധോലോകമായി വരച്ചു കാണിക്കുന്നു എന്ന്. അധോലോകത്ത് നടക്കുന്നു എന്ന് നമ്മൾ കേട്ട കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഒരു രാവിലെ ഞെട്ടി എണീറ്റപ്പോ കേട്ട വാർത്ത. അപ്പൊ അത് അത്ര വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെക്കാൻ കഴിയുന്ന വിശേഷമൊന്നുമല്ല. നമ്മുടെ സഹോദരിയായ കലാകാരിയെ
ചില ആൾക്കാർ ചേർന്ന് ആക്രമിച്ചു. അതിന് സിനിമാ മേഖലയിലെ എല്ലാരെയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അവരൊരു സിനിമാ സെറ്റിൽ നിന്ന് അവരെ വീട്ടിൽ വിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ വാഹനത്തിൽ കയറി പോകുന്നതിനാണ് സംഭവം ഉണ്ടാകുന്നത്. അവരൊരു സിനിമാ നടി ആയതുകൊണ്ടാണ് ആക്രമണത്തിന് ഇരയായത്. അതുകൊണ്ടാണ് സിനിമാ മേഖലയിലാണ് അതിൽ അന്വേഷണം വേണ്ടത് എന്ന് അല്ലെ? ആ സംഭവത്തിന്റെ തുടർച്ചയിലുണ്ടായ ഒരു കമ്മിറ്റി ഈ പറയുന്ന അഭിഭാഷകരുടെയോ ഡോക്ടർമാരുടെയോ ജേർണലിസ്റ്റുകളുടെ ഇടയിൽ ഒന്നല്ല മൊഴിയെടുത്തതും പരിശോധിച്ചതും പഠിച്ചതും റിപ്പോർട്ട് കൊടുത്തതും സിനിമാ മേഖലയിൽ നിന്നാണ്. അല്ല, തമിഴ് മൂവി ഇൻഡസ്ട്രിയും ബോളിവുഡിലും അടക്കം ഒരുപാട് സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ മലയാളം ഇൻഡസ്ട്രി അവരെക്കാളൊക്കെ മികച്ച രീതിയിലാണ്, ഒരു കുടുംബത്തെ പോലാണ് പ്രവർത്തിക്കുന്നത്. ഇടയിലുള്ള ഇഴയെടുപ്പങ്ങളും ബന്ധങ്ങളും നല്ലതാണ്. ദൗർഭാഗ്യകരമായ ഒരു സംഭവം സംഭവിച്ചതിന് മലയാള മൂവി ഇൻഡസ്ട്രി അതോ ലോകത്തിന് തുല്യമാണ് എന്ന് വരച്ചു കാട്ടുന്ന മീഡിയയാണ് യഥാർത്ഥത്തിൽ അവർക്ക്. അത് അങ്ങയുടെ വാദമാണ്. ആ വാദം കേൾക്കാനാണ് ഞാൻ അങ്ങേ വിളിച്ചു വരുത്തിയത്. ശരിയാണ്. പക്ഷേ അധോലോക സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള തരത്തിലുള്ള ഒരു സംഭവം കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചെന്നേ മായ്ച്ചു കളയാനോ മറച്ചു വെക്കാനോ പറ്റുമോ? ഇല്ല. അതെങ്ങനെയാ? അങ്ങനെ ഒരു ക്രൈം ഉണ്ടായില്ലേ? അത് നറേറ്റീവ് ആവുന്നത് എങ്ങനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ? അങ്ങനെ ഒരു ക്രൈം ഉണ്ടായില്ലേ? അതോ നിങ്ങൾ അതങ്ങ് മായ്ച്ചു കളഞ്ഞോ? ക്രൈം ഉണ്ടായോ ഇല്ലയോ? സിനിമാ മേഖലയിൽ നമ്മുടെയൊക്കെ ആരാധനാപാത്രമായി നിൽക്കുന്ന ഒരു വനിത, നമ്മുടെ പ്രിയപ്പെട്ടവൾ, ഒരു ആക്രമണത്തിന്, ഒരു ക്രൈമിന് ഇരയായി അല്ലേ? ഇരയായി. അപ്പൊ ക്രൈം ഉണ്ടായി. അത് സാധാരണ ക്രൈം ഉണ്ടാകുന്ന എവിടെയാണ്? അങ്ങേക്ക് അധോലോകം എന്ന അങ്ങയുടെ വാക്കാണ്, ഞാനല്ല ഉണ്ടായത്. അങ്ങേക്ക് ഭയങ്കര പൊള്ളുന്നു, വേദനിക്കുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ സംഭവിച്ച കാര്യം നമ്മുടെ സിനിമാ മേഖലയിൽ നടന്നു ഇല്ലേ? നമ്മുടെ സിനിമാ മേഖലയിൽ വളരെ ദൗർഭാഗ്യപൂർണമായ ഒരു ക്രൈം നടന്നു, അത് സത്യമാണ്. പക്ഷെ അത് സിനിമാ മേഖലയിൽ ആർക്കുമല്ല, ചില ക്രിമിനൽസിനാണ് ഉത്തരവാദിത്തം. അവരെ എന്താണ് ഉറപ്പ്? കോടതിയിൽ നിന്ന് അന്തിമവിധി വന്നിട്ടുണ്ടോ? അല്ല, അത് ഒരു വരി മാത്രം. കോടതി പറയാൻ പോകുന്ന വിധിയുടെ പകർപ്പ് രാഹുൽ ഈശ്വറിന്റെ കയ്യിലുണ്ടോ? അങ്ങനെയല്ല, ഒരു വരി കേൾക്കൂ. മലയാള സിനിമാ ഇൻഡസ്ട്രിയെ അധോലോകമായി ചിത്രീകരിക്കുന്ന ചില ആൾക്കാരുടെ കയ്യിലേക്ക് ഈ റിപ്പോർട്ട് ഒരു കളിപ്പാവയായി മാറുന്നു എന്ന ആശങ്കയാണ് പലർക്കും. ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ചില ആൾക്കാർ ഇത്ര നേരം മീഡിയയും മാധവും അഭിലാഷൊക്കെ ആയിരുന്നു. ബെറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, അതിലെനിക്ക് സന്തോഷമുണ്ട്. ശരി, ഞാൻ വരാം. സോയ, ഞാൻ വരാം കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ സോയയിലേക്കാണ് വരേണ്ടത്. യഥാർത്ഥത്തിൽ ഞാൻ സോയയിലേക്ക് വരാം. അഡ്വക്കേറ്റ് ആശ, ഇത് ശരിയാണ്. ഇതിൽ ആളുകൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിലടക്കമൊക്കെ വളരെ മോശമായി കൈകാര്യം ചെയ്യുന്ന പല തലങ്ങളുണ്ട് എന്നത് ശരിയാണ്. എന്നിരുന്നാലും ഈ റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് വിവരാവകാശത്തിൻ്റെ അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കാനുള്ള, ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ്. ഇവിടെ താൻ പോരുമയും തിണ്ണമെടുക്കും നടക്കില്ല. ഇവിടെ ചോദിക്കാനും പറയാനും നിയമത്തിന് കടന്നു വരാൻ ഇടമുള്ള ഒരു ഇടമാണ് എന്നതൊക്കെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നാളെ സിനിമാ മേഖലയിലേക്ക് കഴിവുള്ള ഒരു കലാകാരിക്ക് കടന്നു വരാൻ നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടാകുമെന്ന ഉറപ്പുകൂടി വേണ്ടതാണ്. മിനിമം ആ ശുപാർശകളെങ്കിലും നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന് നേരത്തെ ചോദിച്ചതുപോലെ അവധാനതയുടെ ആവശ്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും മാധു, ഇതിപ്പം കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. കോടതി അതിലുമുള്ള ഉചിതമായ നടപടി, കേസ് കൃത്യമായി ഇൻ്റർപ്രറ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പറയാനുള്ള സംഗതി എന്താ വെച്ചാൽ, വ്യക്തമായും തന്നെ ഈ മേഖലയിൽ ജോലിയെടുക്കാൻ വരുന്ന സ്ത്രീ ആയാലും പുരുഷനായാലും ട്രാൻസ്ജെൻഡർ ആയാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും അവർക്കെല്ലാവർക്കും അവനവൻ്റെ തൊഴിൽ മേഖല സുരക്ഷിതമായി തൊഴിലെടുക്കണം എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ അവരുടെ റൈറ്റ് ടു പ്രൊഫഷനുള്ള ഒരു റൈറ്റ് ടു ലൈവിൻ്റെ ഭാഗമായും റൈറ്റ് ടു പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള ഫ്രീഡം ഓഫ് പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ള അവകാശമാണ്. അത് ഉറപ്പുവരുത്തുന്നത് നമ്മളാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ മേഖലയിൽ നിയമമില്ല. ഈ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ പഠിക്കുന്നു, നിയമം ഉണ്ടാക്കുന്നു. ഈ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിൻ്റെയാണ്. അതുകൊണ്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ തരുന്നത്. അതുപോലെ തന്നെ നിയമം അവിടെ ആ മേഖലയിൽ നിയമനിർമ്മാണവും വരാൻ പോകുന്നത്. അപ്പോഴാണ് ഇന്ന പ്രശ്നങ്ങളെ കവർ ചെയ്യാൻ ഇന്ന നിയമങ്ങൾ വരുന്നു എന്നുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് കൃത്യമായി തന്നെ ഇതിൻ്റെ മാഫിയ, മറ്റ് അധോലോക ബന്ധം, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ തന്നെ പല രീതിയിൽ പലതവണ പലരും ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതിനിപ്പം അധോലോകത്തോ മാഫിയാന്നോ ഒന്നും പറഞ്ഞില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിലൊക്കെ തന്നെ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ പേരുകളില്ലാതെയും ഉണ്ടായാലും, ഇപ്പോൾ മാഫിയ എന്നുള്ള പേരുണ്ടായാലും അധോലോകം എന്നുള്ള പേരുണ്ടായാലും ഇല്ലെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ഹാപ്പണിങ്. വാട്ട് എവർ എക്സ്പ്ലോയിറ്റേഷൻ ഈസ് ഹാപ്പണിങ്. അപ്പോൾ ആ എക്സ്പ്ലോയിറ്റേഷനെ അഡ്രസ്സ് ചെയ്യപ്പെടുക തന്നെ വേണം. അതുകൊണ്ടാണല്ലോ ഒരു നടിയെ മാത്രമല്ല വണ്ടിയിൽ കൊണ്ടുപോയി ഹറാസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു നടിയെ നഗരം കറക്കിയിട്ടുണ്ട്, പക്ഷെ അവർ പരാതിപ്പെട്ടിട്ടില്ല, ഇതുപോലത്തെ ഹറാസ്മെൻറ്റ് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മുൻപ് നടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഇറങ്ങിപ്പോവേണ്ടി വന്നിട്ടുണ്ട്, പിന്നെ തിരോധാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല പല അവസ്ഥകൾ നടികളുടെ മാത്രമല്ല നടന്മാരുടെയും ഗതികെട്ട അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൻഷൻ സ്കീമും അതുപോലെ തന്നെ വെൽഫെയർ സ്കീമും പലതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പം ഓർഗനൈസേഷൻസ് പോലും ഉണ്ടായിരിക്കുന്നത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിലെ ആളുകൾ കൃത്യമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതെല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ മേഖലയിൽ വെൽഫെയർ ഫണ്ട് ഉണ്ട്, അതിന് ഞങ്ങളെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളുണ്ട്. ഡോക്ടേഴ്സിൻ്റെ മേഖലയിലുണ്ട്, അതുപോലെ തൊഴിലാളികളുടെ മേഖലയിൽ വെൽഫെയർ ഫണ്ട് ഉണ്ട്. സാധാരണക്കാരായി ജോലിയെടുക്കുന്ന ആളുകൾ, വീട്ടുജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് വരെ നിയമവുമുണ്ട്, വെൽഫെയർ ഫണ്ടും ഉണ്ട്, മറ്റ് സംഗതികളെല്ലാം തന്നെ ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മേഖല മാത്രം ഒരു ബാലികേറാമല പോലെ ഇവിടേക്ക് നിയമം വരരുത്, ഇവിടെ ഞങ്ങൾ തീരുമാനിച്ചോളാം, ഇത് ഞങ്ങളുടെ മോണോപ്പൊളി, ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ നടക്കുന്ന ദുരൂഹതയുള്ളൊരു സ്പേസ് ആയിരുന്നു എന്നതിനെ മറികടന്ന് പുതിയ തലമുറകൾ വരികയും പുതിയ ആധുനികമായിട്ടുള്ള ടെക്നോളജികൾ വരികയും ഇൻ്റർനെറ്റും മൊബൈലും അല്ലെങ്കിൽ അതിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇതിനെ വളരെയധികം ട്രാൻസ്പാരൻറ്റും വളരെ ജനകീയവും വളരെ പോപ്പുലറും ആക്കിക്കൊണ്ട് നോട്ട് ഓൺലി വാച്ചിങ് ദ മൂവി ബട്ട് ഓൾസോ മേക്കിംഗ് ദ മൂവി. അപ്പോൾ അങ്ങനെ വന്നൊരു സന്ദർഭത്തിൽ ഇതിൽ വരുന്ന റവന്യൂ എല്ലാ കാര്യങ്ങളിലും കൃത്യമായി തന്നെ ഗവൺമെൻറ്റിന് ഒരു ഹാൻഡ് ഉണ്ടായിരിക്കണം. നിയമം നോക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിയമത്തിൻ്റെ ഇതിലൂടെ മാത്രമേ ഇതിനെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് എ വെർച്വൽ വേൾഡ്, ഇറ്റ് ഈസ് ആസ് ഇഫ് ഓർ മോർ ദാൻ ആൻ ആക്ച്വൽ വേൾഡ്. ആക്ച്വൽ വേൾഡിൽ ഇരിക്കുന്നേക്കാൾ കൂടുതൽ, നമ്മൾ യഥാർത്ഥ ലോകത്തിലിരുന്ന് പണിയെടുക്കുന്നേക്കാൾ കൂടുതൽ മനുഷ്യർ പണിയെടുക്കുന്ന ലോകമായി മാറിയിരിക്കുന്നത് വെർച്വൽ വേൾഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ വെർച്വൽ വേൾഡിലാണ് ഇതിൻ്റെ പല റിലീസിങ് പോലും സംഭവിക്കുന്നത്, തിയേറ്ററിലൊന്നുമല്ല. അപ്പോൾ അത്തരം സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വെറും ട്രേഡിനും കോമേഴ്സിനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള 2000-ലെ IT നിയമം മാത്രമാണ് നമുക്കുള്ളത്. പക്ഷെ ആ നിയമം 20 കൊല്ലം 25-4 കൊല്ലം മുൻപുള്ള ആ നിയമത്തെ പരിഷ്കരിച്ചിട്ട് ഇത് ചേർക്കണം എന്നല്ല, പകരം ഈ മേഖലയ്ക്ക് മാത്രം സവിശേഷമായ സ്പെഷ്യലായിട്ടുള്ള നിയമം ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സിൻ്റെ ഇടയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ കോടതിയിൽ എത്തുന്നതും കൈകാര്യം ചെയ്യപ്പെടുന്നതും. മനുഷ്യരുടെ ആശങ്കകൾ അത് കൃത്യമായി തന്നെ എത്രയും പെട്ടെന്ന് ദൂരീകരിക്കപ്പെടുകയും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ജനങ്ങളുടെ മുന്നിൽ വരികയും ഒപ്പം തന്നെ നിയമനിർമ്മാണം സാധ്യമാവുകയും വേണം. കാരണം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് ഏതൊക്കെ ആണ് ഇത് കവർ ചെയ്യേണ്ട മേഖലകൾ എന്ന് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ലോ എവിടേക്കൊക്കെ പോകണം, അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയൊക്കെ വരണം എന്ന് നോക്കണമല്ലോ. ആ പരിധി നോക്കണമെങ്കിൽ ഇതിൻ്റെ ഇത് വരണം. അത് കുറച്ച് പേര് ഞങ്ങളിവിടെ രഹസ്യമായിട്ടിരുന്ന് നിയമം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് നിയമത്തെ ഒളിപ്പിച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിയമം ഉണ്ടാവണമെങ്കിൽ നിയമത്തിൻ്റെ പുറകിലുള്ള ആ മേക്കിംഗ് ഓഫ് ദ ലോൻ്റെ ആ ഹിസ്റ്ററിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ വി ആർ ദ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദിസ് ഹിസ്റ്ററി. ഇറ്റ് ഇസ് എ ലോ മേക്കിംഗ് പ്രോസസ് ആൻഡ് വി ആർ ഓൾ ഇൻവോൾവ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ശേഷം ആ റിപ്പോർട്ടിൽ പിന്നീട് അപ്ഡേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അഡ്വക്കേറ്റ് ആശ. അപ്പോൾ 2019 മുതൽ ഇത്രയും ഗൗരവകരമായ ശുപാർശകൾ സർക്കാരിന് മുന്നിലുണ്ട്. അതിനുശേഷം സർക്കാർ മാറിയെന്നേ, അതിനുശേഷം ഒരു ഭരണകൂടം തന്നെ മാറി, തുടർച്ചയാണെങ്കിൽ പോലും സർക്കാർ വരെ മാറിയിട്ടുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ അത്രയും ഗുരുതരമായ അല്ലെങ്കിൽ അത്രയും ഉദ്ദേശശുദ്ധിയുള്ള അത്രയും ഗൗരവകരമായ കുറെ ശുപാർശകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് ഇനി എന്ന് നടപ്പിലാക്കാനാണ്? അതുകൊണ്ടാണ് അടച്ചു വെച്ചാൽ പോരാ, എവിടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് എന്നും ചോദിക്കാൻ കാരണം വെച്ചാൽ ഇതിനു വേണ്ടി കോടികൾ മുടക്കി കമ്മിറ്റീനും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ റിപ്പോർട്ട് എവിടെയും ചോദിക്കുമ്പോൾ റിപ്പോർട്ടും ഒളിപ്പിച്ച് വെക്കുക, നിയമം ഉണ്ടാക്കണമെങ്കിൽ അതും ഒളിപ്പിച്ച് വെക്കുക, അത് സാധ്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് നമ്മുടെ മുന്നിൽ വയ്ക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ പറയാൻ കാരണം. അത് വയ്ക്കുമ്പോൾ മറ്റൊരാളെയും ഉപദ്രവിക്കാതെ തന്നെ വെക്കാനുള്ള സാധ്യതകളുണ്ട് നമുക്ക്. അത് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. ഇനിയും ആശങ്കകളുള്ള ആളുകൾ കോടതിയെ തന്നെ സമീപിക്കുന്നു. പക്ഷേ അത് ലാഗ് ചെയ്യാനുള്ള ഒരു കാരണമാക്കി എടുക്കരുത്. എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് അത് അടിയന്തര പ്രാധാന്യമായി തന്നെ കോടതി എടുത്തിരിക്കുന്നത്. അല്ലാണ്ട് മറ്റു കേസുകൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ തിങ്കളാഴ്ച തന്നെ ഇത് എടുക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച അത് എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ പെട്ടെന്ന് തീരുമാനവും വരും. ഇതിൻ്റെ മുകളിൽ എൻ്റെ ഇപ്പോഴത്തെ മനസ്സിലാക്കൽ വെച്ച് കോടതിയുടെ ഒരു വായന അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് വെച്ചിട്ട് മനസ്സിലാകുന്നത് ദ റിപ്പോർട്ട് വിൽ ബി പബ്ലിഷ്ഡ് തന്നെയാണ്. ഇവരുടെ ആശങ്ക മാറ്റിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. പബ്ലിഷ് ചെയ്യുക തന്നെ ചെയ്യും. ഇവരുടെ ആശങ്ക വന്ന് നന്നായി, ഇനിയും നാളെയും മറ്റന്നാളും മറ്റാൾക്കാർ കേസുകളായിട്ട് വരണ്ട എന്ന് കോടതി പറയുകയും ചെയ്യും. ദിസ് വിൽ ബി ആപ്ലിക്കബിൾ ടു ഓൾ എന്നും കൂടി ആയിരിക്കും മിക്കവാറും വിധി വരാൻ പോകുന്നത്. സോ ഐ ആം വെൽക്കമിങ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ശരി, ശ്രീമതി സോയ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് വേണ്ടി എന്ന് നിലകൊള്ളുന്ന പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങൾ തന്നെയുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ള നിയമങ്ങളുണ്ട്. നമ്മൾ 2012 നിർഭയയ്ക്ക് ശേഷം നമ്മൾ വളരെ ജാഗരൂകരാണ് നമ്മുടെ സമൂഹം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എവിടെയെങ്കിലും സ്ത്രീകൾക്കെതിരെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ആക്റ്റീവായി അതിൽ ഇടപെടുകയും ഒക്കെ ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അവിടെയാണ് എന്തിനാ അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്ക് അതിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു നമ്മുടെ സമൂഹം, സംവിധാനം, സർക്കാർ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിനുശേഷം സർക്കാർ പരിപാടികളുടെ ഭാഗമായി ഈ പെൺകുട്ടി കടന്നു വരുമ്പോഴൊക്കെ എത്രത്തോളം സ്നേഹത്തോടെയാണ് നമ്മൾ അവരെ ചേർത്തുന്നത്. നമ്മുടെ സമൂഹം ഒന്നാകെ രാഷ്ട്രീയമില്ല, മതമില്ല എന്ന രീതിയിൽ അവരെ ചേർത്ത് നിൽക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ
അവരോടും കൂടി ചെയ്യേണ്ട ഒരു നീതിയുടെ ഭാഗമാണ് ഇതെല്ലാം. അവർക്ക് ശേഷം എങ്ങനെയാണ് അതിജീവിതകൾ ഉണ്ടാകുന്നത്? അതിജീവിക്കാൻ സാധ്യമല്ലാത്ത ഇടങ്ങളിൽ, അതിജീവിക്കാനുള്ള പഴുതുകൾ അപ്പാടെ അടച്ചു വെക്കുന്ന ഇടങ്ങളിൽ എങ്ങനെയാണ് ഇരകളെ ഉണ്ടാവുള്ളൂ, അതിജീവിതമാർ ഉണ്ടാകില്ല? അല്ല, തീർച്ചയായും. കാരണം അതിജീവിത എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെറും വാക്കല്ല. ഇപ്പോൾ അതിജീവിത എന്ന് പറയുന്നത് വലിയ ഒരു പ്രതീക്ഷയുടെ, അല്ലെങ്കിൽ ഏറ്റവും ജീവിതത്തിലെ നമ്മൾ ഏറ്റവും മുങ്ങിക്കിടക്കുമ്പോഴും ഏറ്റവും അടിത്തട്ടിൽ കിടക്കുമ്പോഴും ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നു എന്ന് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു പേരുകൂടിയായി മാറുകയാണ് അതിജീവിത എന്നുള്ളത്. ഞാൻ ഈ ചർച്ചയുമായി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ അതിജീവിത എന്നുള്ള പേര് അല്ലെങ്കിൽ അത് വലിയൊരു പ്രതീകമായി നിൽക്കുമ്പോൾ തന്നെ ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ കേൾക്കുന്ന സമയത്ത് മലയാളത്തിലെ തന്നെ വളരെ പ്രമുഖയായിട്ടുള്ളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ രഞ്ജിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർ കൊടുത്ത അർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവർ സംസാരിക്കുന്നത്. 62 സ്ത്രീകൾ മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ സ്ത്രീകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. അതായത് ഈ സ്ത്രീകൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതായത് ആരും, എനിക്ക് തോന്നുന്നു അവരാരും നിർബന്ധിച്ച് അത്തരത്തിൽ ഒരു കമ്മീഷന് മുൻപിൽ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി കൊടുക്കാൻ വേണ്ടി പോയവരല്ല. അവരൊക്കെ സ്വാതന്ത്ര്യത്തോടു കൂടെ തന്നെ, അവർക്ക് താല്പര്യത്തോടു കൂടെ തന്നെ മൊഴി കൊടുക്കാൻ വേണ്ടി പോയിട്ടുള്ളവരാണ്. അവർ പിന്നെ മൊഴി കൊടുത്ത് അവർക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ തൊഴിലെടുത്ത് ഞാൻ തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്, മാധു തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ മാധു തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ നിങ്ങൾക്ക് വേതനം കുറവാണ്, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ പ്രശ്നമുണ്ട് എന്നൊക്കെ ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്. അത് പിന്നീട് അത് ചിന്തിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അത് എനിക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം എനിക്കോ നിങ്ങൾക്കോ ഇല്ലാത്തിടത്ത് എന്തുകൊണ്ടാണ് പിന്നെ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പറയുകയാണ്, ഈ 62 സ്ത്രീകളും അവർ പറഞ്ഞ മൊഴിയിൽ അവർക്ക് പേടിയുണ്ട്, ആശങ്കയുണ്ട് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇനിയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അവർ ഏതെങ്കിലും തരത്തിൽ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് വേതനമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അവരുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അപ്പോൾ അത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് പ്രത്യാഘാതം ഞങ്ങൾക്ക് ഇനി തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നിന്ന് തീർച്ചയായും ഉണ്ടാകുമെന്ന് ഒരു ബോധ്യം ഈ 62 സ്ത്രീകൾക്കും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും വലിയ ഇൻസെക്യൂരിറ്റിയല്ലേ വീണ്ടും കാണിക്കുന്നത്. നമ്മൾ അതിജീവിതയെ പറ്റി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിൽ വലിയ പോസിറ്റീവായി സംസാരിക്കുമ്പോഴും അങ്ങനെ ഒരു കമ്മീഷന് മുമ്പിൽ പോയി മൊഴി കൊടുത്ത സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകൾക്ക് വലിയ ആശങ്കയുണ്ട്, അവർക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്താണ് സംരക്ഷിച്ചുകൊണ്ടായിരിക്കും ആ റിപ്പോർട്ട് പുറത്തു വരിക എന്ന് ഹൈക്കോടതിയും ഈ പറയുന്ന അധികൃതരും എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല അല്ലെ, ഇപ്പൊ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന നിയമത്തിന്റെ പഴുതുകളിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി നല്ല ബോധ്യമുള്ള ഒരാളാണ്. അപ്പോൾ അവരങ്ങനെ അത്രയും മോശപ്പെട്ടൊരു തീരുമാനം എടുക്കില്ല. അത് സ്ക്രൂട്ടിനി നടത്തിയതിനു ശേഷമേ പുറത്തേക്ക് വരികയുള്ളൂ എന്ന് ഉറപ്പ് വരുത്താൻ ഈ സംവിധാനങ്ങൾക്കും കഴിയും എന്നുള്ളതാണ്. പക്ഷേ എവിടെയെങ്കിലും തങ്ങളുടെ പേര് നമുക്കറിയാം. ഓക്കെ, ശരി. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ഒരിക്കൽ കൂടി അങ്ങിലേക്ക് വരികയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോ ഈ പറഞ്ഞതുപോലെ 62 സ്ത്രീകൾ മൊഴി കൊടുക്കുന്നു, അവർക്ക് ഒരു വലിയ ഇൻസെക്യൂരിറ്റി ഉണ്ട്. അത്രയേറെയാണ് ഈ വലിയ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ട് അതിൽ തങ്ങളുടെ പേര് വന്നാൽ ഇനിയും തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇൻസെക്യൂർ ആണ് നമ്മുടെ തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ ഇപ്പോഴും. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട്. ഇപ്പോൾ ജസ്റ്റിസ് ഹേമ അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അവർ ഈ മേഖലയിലെ വിദഗ്ധയാണ്, മുൻ ന്യായാധിപയാണ്. അപ്പോൾ അവർക്കതിനെപ്പറ്റി ബോധ്യമുണ്ടാകും. ഇതിലെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശമുള്ളതിനാൽ ഇത് സ്ക്രൂട്ടിനി നടത്തിയതിനു ശേഷം മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ സംവിധാനങ്ങൾ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് വരേണ്ടതാണ്. പിന്നെ എന്താണ് ഈ റിപ്പോർട്ട് വരരുത് എന്ന് വിചാരിക്കുന്നവർ ഇവിടെ ആശങ്ക? ശ്രീമതി മാധു ശ്രദ്ധിക്കുക. അതായത് ഞാൻ മൂവി ഇൻഡസ്ട്രിയെ വളരെ അടുത്ത് നിന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുള്ള സിനിമാ പരിപാടികൾക്ക് സ്ഥിരം പോകുന്ന, ഗസ്റ്റായിട്ടൊക്കെ പോകുന്ന വ്യക്തിയാണ്. ഇപ്പം നമ്മുടെ പാർവതിയുടെ കാര്യത്തിൽ സംഭവിച്ചത്, പാർവതി എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഞങ്ങളുടെ മീഡിയ ലൈഫ് തുടങ്ങുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ചാനലിലായിരുന്നു, കിരണിലാണ് തുടങ്ങുന്നത്. പാർവതി കേരള സിനിമ കണ്ട ഏറ്റവും പ്രഗത്ഭയായ 5-10 ആർട്ടിസ്റ്റുകൾ എടുത്ത ഒന്നാണ്. പാർവതി യഥാർത്ഥത്തിൽ അവോയ്ഡ് ചെയ്യപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. പാർവതി ബോൾഡ് ആയിട്ടുള്ള, പാർവതിയുടെ ഫെമിനിസ്റ്റ് ഐഡിയോളജിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ പാർവതിയെ പോലെ ഒരു ബ്രില്യന്റ് ആർട്ടിസ്റ്റിനെ പലപ്പോഴും സൈഡ് ലൈൻ ചെയ്യുന്നത് പാർവതി ബോൾഡായ നിലപാടെടുക്കുന്നുണ്ടാണ്. പലപ്പോഴും സിനിമാ മേഖലയിലേക്ക് വരുമ്പോൾ അതൊരു മോഹവില നിൽക്കുന്ന, ബ്രാൻഡിങ് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ക്യാപിറ്റലിസ്റ്റിക് ടെൻഡൻസീസ് നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിലൊരു പരിധിക്കപ്പുറം റെഗുലേഷൻ പോസിബിളും അല്ല. വി ഷുഡ് ബി റിയലിസ്റ്റിക്. അതായത് ഇതൊരു സോഷ്യലിസ്റ്റ് മേഖലയല്ല, ഇതൊരു ക്യാപിറ്റൽ ഇന്റൻസീവ് മേഖലയാണ്. ചിലരുടെ തീരുമാനങ്ങളിലാണ് നിൽക്കുന്നത്, പക്ഷെ അത് ചൂഷണമാകുകയും ചെയ്യരുത്. ഈ ബാലൻസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കാര്യം ഈ പറയുന്ന 61 പേരുടെയും ടെൻഷൻ അവർ ഈ മേഖലയിൽ നിൽക്കുന്നതാണ്. നാളെ ഇവർ പ്രശ്നക്കാരികളാണ് എന്ന ബ്രാൻഡിങ് വന്നാൽ ഇവരെ
അവരെ ഒഴിവാക്കും. ഇവരുടെ മുമ്പോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടുണ്ടാവും. ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കം ഒരുപാട് പേർ ഒരു വരി തീർത്തോട്ടെ. ഭാഗ്യലക്ഷ്മി ചേച്ചി അടക്കമുള്ള ഒരുപാട് പേർ അവരുടെ സ്വന്തം അവസരങ്ങൾ ത്യജിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം നയിക്കുന്നത്. ഇത് വ്യക്തിപരമായി കണ്ടിട്ടുള്ളതുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ഞാൻ പറയുന്നത്. അവിടെയാണ് ഇതിലൊരു സെൻസിറ്റീവ് ബാലൻസ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ വലിയ ഈ പോരാട്ടത്തിൽ രക്തസാക്ഷികളാകാന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ഇഫക്റ്റ് ഇതിലൊരു ചേഞ്ച് വരണമെങ്കിൽ ഓഫ് കോഴ്സ് ഗവൺമെന്റിന്റെ ഒരു ഓവർസൈറ്റ് വേണം. എന്നാൽ ഒരു പരിധിക്കപ്പുറം ഇന്റർവെൻഷൻ സിനിമാ രംഗത്തെ ക്രിയേറ്റിവിറ്റിയെയും ബ്രാൻഡ് വാല്യൂസിനെയും ഒക്കെ കൊല്ലും, പകരം അല്ലെങ്കിൽ ഇല്ലാതാക്കും. പകരം പോസിറ്റീവായ ഒരു ഇന്റർവെൻഷൻ വേണം. കടിക്കുന്ന അല്ലെങ്കിൽ പല്ലുള്ള നിയമങ്ങൾ വേണം. അത് കടിക്കാൻ വേണ്ടിയുള്ളതല്ല, ഒരു പേടി ഉണ്ടാകാൻ വേണ്ടി. എക്സ്പ്ലോയിറ്റേഷനോ നടന്നാൽ ഒരു ആരെങ്കിലും നോക്കാൻ ഒരാൾ ഉണ്ടാകുന്ന ഒരു ഫിയർ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയണം. ഈ മേഖല വളരെ സെൻസിറ്റീവ് ആണ്. ബാക്കി മേഖലയെ പോലെ അല്ല. ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു സ്ത്രീക്ക് കസേര ഇരിക്കാൻ കൊടുക്കാത്തത് പോലെയല്ല. കാര്യം നാളെ ഒരു പ്രത്യേക ഡയറക്ടറോ പ്രൊഡ്യൂസറോ പറയാൻ ഇവരുടെ വോയിസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മാറ്റുന്നു, ഇവർ ഈ അഭിനയത്തിന്റെ രംഗം ശരിയാവുന്നില്ല, മാറ്റുന്നു എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇടപെട്ട് അവസരം കൊടുത്തേ പറ്റൂ എന്ന് പറയാൻ പറ്റൂ. ഒരു പ്രത്യേക നായികയാക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂ. അപ്പം ഈ മേഖലയുടെ പ്രത്യേകതകൾ പരിഗണിക്കുക. ആർട്ട് മേഖലയാണ്, അതിൽ ബ്രാൻഡ് ഉണ്ട്, വാല്യൂ ഉണ്ട്, മോഹവിലയുണ്ട്, ഒരുപാട് വിംസ് ആൻഡ് ഫാൻസീസ് ഉണ്ട്. ഇല്ലെങ്കിൽ പറ്റാൻ പോകുന്നത് ഈ മൊഴി കൊടുത്ത 62 പേരും കൂടുതൽ ഇൻസെക്യൂരിറ്റിയിലേക്കും അവർക്ക് നാളെ അവസരം കിട്ടിയില്ലെങ്കിൽ ഇത് കാരണം ഞങ്ങളെ പിന്തള്ളിയതാണെന്നും അഹങ്കാരികളായ സ്ത്രീകളെ ഇൻഡസ്ട്രിക്ക് വേണ്ട തുടങ്ങിയ പ്രൊപ്പഗാൻഡകളോ പ്രചരണങ്ങളോ ആയിരിക്കും വരിക. അതുകൊണ്ട് ഇതിലെ സ്ത്രീകളുടെ തന്നെ ബെസ്റ്റ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാനാണ് സ്വകാര്യത വേണം. ബാക്കി ഒരു സിനിമയുടെയും പേര് പറയരുത്, ഒരാളുടെയും ഐഡന്റിറ്റി റിവീൽഡ് ആകരുത്. എന്നാൽ ചില ഇന്റർവെൻഷൻസ് വേണം. ഈ മേഖലയെ കണ്ണച്ചിരിട്ടാക്കുന്ന ഒരു അതായത് ഞാനും അങ്ങും ഏറെക്കുറെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു അഭിപ്രായമാണ്. നമ്മൾ ഈ വിഷയം എപ്പോൾ ചർച്ചക്കെടുത്താലും മടിയാണ്, അതുകൊണ്ടാണ് രാഹുൽ തുറന്നു പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അതിനപ്പുറത്ത് നമ്മൾ രണ്ടുപേരും ഐക്യപ്പെട്ട് നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ അങ്ങ് തന്നെ ആദ്യം പറഞ്ഞ അഭിപ്രായത്തെ അങ്ങ് ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അത് ഇതൊക്കെ നടപ്പിലാകുന്നത്, അതായത് അവനവന്റെ വ്യക്തി താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്ന, അവനവന്റെ നേരെ അല്ലെങ്കിൽ ഈ പറയുന്ന താരാധിപത്യത്തിന് നേരെ വിരൽ ചൂണ്ടിയാൽ കേരളത്തിലെ സിനിമയുടെ 2 മേഖലകൾ കണ്ട ഏറ്റവും സർഗസമ്പന്നരായ 2 സ്ത്രീകൾക്ക് അവസരം നിഷേധിക്കപ്പെടുന്നതാണ് അതിന്റെ അടിസ്ഥാനപരമായ ബാലൻസ് ഷീറ്റ് എങ്കിൽ ഇത് അധോലോകം തന്നെയാണ്. അങ്ങനെയല്ല നമ്മുടെ സിനിമാ മേഖലയോ നമ്മുടെ സമൂഹമോ. സമൂഹത്തിലാണ് സിനിമാ മേഖല. സിനിമാ മേഖലയ്ക്ക് അടിമപ്പെട്ട് നിൽക്കുന്നതല്ല സമൂഹം. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഈ സിനിമാ മേഖല നിലനിൽക്കുന്നത് എങ്കിൽ അത് അങ്ങനെ പാടില്ല എന്നത് തന്നെയാണ് എന്റെ ഒരു വരി മാത്രം പറഞ്ഞു തീർക്കാൻ എനിക്ക് അവസരം. ഇതൊരു വിപ്ലവത്തിന്റെ മേഖലയല്ല, ഇതൊരു കലാപത്തിന്റെ മേഖലയല്ല, ഇതൊരു ക്രിയേറ്റിവിറ്റിയുടെ മേഖലയാണ്. ഇവിടെ സമരം ചെയ്യാനല്ല ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ഉയർത്തി ഏതു മേഖലയിലാണെങ്കിലും അനീതി ഉണ്ടെങ്കിൽ സമരം ചെയ്യുക തന്നെ വേണം. ഈ പറയുന്ന പാർവതിക്കോ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിക്കോ അവസരം നഷ്ടമാകില്ല എന്ന മൗഢ്യധാരണയൊന്നുമില്ല. അവർക്കറിയാം തങ്ങൾ ഒഴിവാക്കപ്പെടുന്നില്ല. പക്ഷെ അതിനൊരു പേരുണ്ട്, അതിന്റെ പേര് നട്ടല്ലെന്നും അഭിമാനം എന്നുമാണ്. അത് സ്ത്രീകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ആ മേഖലയിലെങ്കിൽ അവരെ കൈയെടുത്ത് സല്യൂട്ട് ചെയ്യാനുള്ള സ്ത്രീകളുണ്ട്. അല്ലാതെ താരാധിപത്യത്തിന്, സമ്മർദ്ദതന്ത്രത്തിന്, തമ്പുരാക്കന്മാരുടെ ഇച്ഛപ്പടിക്ക് നിന്നുകൊടുക്കുക എന്നുള്ളതല്ല. അത് വിപ്ലവത്തിന്റെ മേഖല എന്നല്ല പറയുന്നത്. അത് ഏത് മേഖലയാണെങ്കിലും വിപ്ലവം തന്നെ ഉണ്ടാകും. ഇവരുടെ ഉപജീവനം, ഇവരുടെ വരുമാനം, ഇവരുടെ കല, ഇവരുടെ അവസരങ്ങളെ എല്ലാം ബാധിക്കുന്ന ശ്രീ ബി എൻ ഹസ്കർ, ഈ റിപ്പോർട്ട് 2019 മുതൽ നമ്മുടെ നിയമ സംവിധാനത്തിന് കീഴിലിരിക്കുന്നതാണ്. പുറത്തേക്ക് വിടണമെന്ന ആവശ്യം പലതവണ ഉന്നയിക്കപ്പെട്ടതാണ്. അതിലിപ്പോഴും ഇന്നിപ്പോൾ സാംസ്കാരിക മന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു ഇത് സർക്കാരിൻ്റെ കയ്യിലുള്ളതല്ല, അത് പുറത്ത് വിടേണ്ടത് സംവിധാനങ്ങളാണ്, സർക്കാരല്ല, സർക്കാരിന് അതിൽ റോളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് വെപ്രാളം, ഇത് പുറത്ത് വരേണ്ട സമയത്ത് പുറത്ത് വരും എന്നുള്ളത്. സർക്കാരിന് നിയന്ത്രണമില്ലാത്തൊരു കാര്യത്തിൽ എന്തിനാണ് അദ്ദേഹം ഈ ചോദ്യങ്ങളെ അങ്ങനെ തന്നെ റദ്ദ് ചെയ്യുന്നത്? മാധു, ഇതില് ഒന്നാമതായി കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു പഠന റിപ്പോർട്ടല്ല, അല്ലെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ടല്ല ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും 2017 ജൂലൈയിൽ ആ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പുറത്തു വെക്കുന്ന നിയമപരമായ ബാധ്യത ഗവൺമെന്റിനോ സംവിധാനങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് ആദ്യമായി നാം മനസ്സിലാക്കിയത്. മാത്രമല്ല, ഈ 2019 ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി തന്നെ ഒരു ശുപാർശ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുത്, ഇതിൽ സ്വകാര്യതയുടെ ലംഘനം ഉണ്ടാകുന്ന പ്രസ്താവനകൾ. ഇതൊക്കെ പഴയ കാര്യമല്ലേ? ഇതിപ്പോ ഹൈക്കോടതി ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞെടുത്ത് തീരുന്നതല്ലേ ഇതെല്ലാം? അതുകൊണ്ട് കാലതാമസത്തെ സംബന്ധിച്ചാണ് ഞാനിത് പറയുന്നത്. അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. വീണ്ടും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയും പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വീണ്ടും ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇന്ന് നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ആ റിപ്പോർട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കുമായിരുന്നു എന്നായിരുന്നു. പക്ഷേ തിങ്കളാഴ്ച ഹൈക്കോടതി വിധിയെ തുടർന്ന് അത് പ്രസിദ്ധീകരിച്ചേ മതിയാവും.
62 സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളുടെയോ അല്ലെങ്കിൽ അതിലെ അഭിനേത്രികളുടെയോ ഒക്കെ തന്നെ ആകാംക്ഷകളെയൊക്കെ വെച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുത് എന്ന് ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്കോ ആഗ്രഹമില്ല. വനിതാ കമ്മീഷൻ അടക്കം പലപ്പോഴും പല ഘട്ടങ്ങളിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച് സുചിന്തമായ തീരുമാനം പറഞ്ഞിരുന്നു, ആ റിപ്പോർട്ട് പുറത്തുവിടണം. പക്ഷെ സ്വകാര്യത ലംഘിക്കുന്ന തരത്തിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായ റിപ്പോർട്ട് അതിന്റെ ഭാഗങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഹൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ആ റിപ്പോർട്ട് പുറത്തു വരിക, അതിന്റെ ശുപാർശകൾ പുറത്തു വരിക. 7ഓളം ടേംസ് ഓഫ് റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ആ ടേംസ് ഓഫ് റിപ്പോർട്ട് പുറത്തു വന്നാൽ നേരത്തെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ ഏതെങ്കിലും ബിംബം മുടഞ്ഞു പോകുമോ എന്നുള്ള വിചാരമൊന്നും നമുക്ക് ആർക്കുമില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ബിംബത്തെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ അതൊക്കെ സംരക്ഷിക്കപ്പെടും എന്ന് വിചാരിക്കാനുള്ളത്രയൊക്കെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിന് ഈ വന്ന കാലയളവിനുള്ളിൽ ഏറെക്കുറെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.